ശബരി റെയിൽ പദ്ധതി 2 ഘട്ടങ്ങളായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഇതിന് അനുമതി ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കും. ഏറ്റവും വലിയ പ്രശ്നം നിർമ്മാണ തുക, അതായത് ഈ ശബരി റെയിൽപാത നിർമ്മിക്കുന്നതിൻ്റെ തുക കടമെടുപ്പ് സർക്കാരിൻ്റെ പരിധിയിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിന് അനുവദിച്ചുള്ള കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അല്ലെ ഇതും കൂടി വന്നു കഴിഞ്ഞാൽ കടമെടുപ്പ് പരിധി വല്ലാതെ കുറഞ്ഞു പോകും. കേരളത്തിന്റെ റെയിൽവേ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ചിറക് സമ്മാനിക്കുന്ന ശബരി പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കും. അടിയന്തരമായി പദ്ധതിക്ക് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കും. ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽ പാത പൂർത്തീകരിക്കും. ഒപ്പം നിർമ്മാണ ചെലവിന്റെ 50% തുക കിഫ്ബി വഹിക്കാമെന്ന സർക്കാർ തീരുമാനം തുടരും. ഈ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിച്ചു കിട്ടാൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടും. നിർമ്മാണ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെടും. RBIയുമായി ചേർന്നുള്ള ത്രികക്ഷി കരാർ വേണ്ടെന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. എന്നാൽ ഇക്കാര്യം കേന്ദ്രം അംഗീകരിക്കാൻ സാധ്യതയില്ല. നിലവിൽ സിംഗിൾ ലൈനുമായി മുന്നോട്ടു പോകാനും വികസന ഘട്ടത്തിൽ പാത ഇരട്ടിപ്പിക്കൽ പരിഗണിക്കാമെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള ചെങ്ങന്നൂർ പമ്പ പദ്ധതിക്ക് പകരം വിഴിഞ്ഞത്തെ ബന്ധിപ്പിക്കാവുന്ന പദ്ധതിയായി ഭാവിയിൽ ശബരി പദ്ധതിയെ വികസിപ്പിക്കാമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. പദ്ധതിക്കായി 8 കിലോമീറ്ററോളം സ്ഥലമെടുപ്പ് പൂർത്തിയായി. അങ്കമാലിക്കും കാലടിക്കുമിടയിലുള്ള 7 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. 24 തിരുവനന്തപുരം.